കോൻ ബനേഗ ക്രോർപതി എന്ന ജനപ്രിയ ടെലിവിഷൻ ഷോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, ഒരു 10 വയസ്സുകാരനാണ്. KBCയിൽ മത്സരാർത്ഥിയായി എത്തിയ ഗുജറാത്ത് സ്വദേശി ഇഷിത് ഭട്ട് രാജ്യം കണ്ട മികച്ച അഭിനേതാക്കളിൽ ഒരാളായ അമിതാഭ് ബച്ചനോട് അനാദരവ് കാണിച്ചുവെന്നും ഓവർ സ്മാർട്ടായി പണം നഷ്ടപ്പെടുത്തിയെന്നുമൊക്കെ വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പാരന്റിങ്ങിനെ കുറിച്ചും പരാതിയുള്ളവർ ഏറെയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ വെറും മിനിറ്റുകൾ ദൈർഘ്യമുള്ള അവന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി എത്രത്തോളം വ്യക്തിഹത്യ ചെയ്യുന്നു സമൂഹം. ഗുജറാത്തിൽ നിന്നുള്ള ഇഷിത് ഭട്ട് എന്ന 10 വയസ്സുകാരൻ ചോദ്യങ്ങളോട് പ്രതികരിച്ച രീതിയിലാണ് ഈ വലിയ വിമർശനം. ബച്ചൻ ചോദ്യം ചോദിച്ച ഉടനെ എനിക്ക് ഓപ്ഷൻസ് വേണ്ടെന്നും ഉത്തരം അറിയാമെന്നും ഇഷിത് പറയുന്നുണ്ട്. ഷോയുടെ നിയമവശങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അതൊക്കെ എനിക്കറിയാം, താങ്കൾ ചോദ്യം ചോദിച്ചാലും എന്നും ഇഷിത് ഷോയിൽ പറയുന്നുണ്ട്. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കാഴ്ചക്കാർക്ക് അഹങ്കാരമായി തോന്നിയതോടെ ട്രോളുകളും പരിഹാസവും നിറഞ്ഞു. ഈ വിമർശനങ്ങളുടെ തീവ്രത അവന്റെ മാതാപിതാക്കളിലേക്കും നീണ്ടു. കേവലം ഏതാനും മിനിറ്റുകൾ മാത്രം ക്യാമറയിൽ കണ്ട ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിന്റെ പേരിൽ അപരിചിതർ അവന്റെ മാതാപിതാക്കളുടെ വളർത്തൽ രീതിയെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. ഒരു കുട്ടിയുടെ പൊതുസ്ഥലത്തെ എല്ലാ വീഴ്ചകൾക്കും മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണ്? ഏതാനും നിമിഷത്തെ ഒരു പ്രകടനത്തെ അടിസ്ഥാനമാക്കി അവരുടെ പാരന്റിംഗ് നിർവചിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഈ ചോദ്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. ചില കുട്ടികൾ പൊതുവേദികളിൽ ധൈര്യശാലികളായും മറ്റു ചിലർ മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. പ്രശസ്ത ബാലമനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സുഷമ ഗോപാലിന്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വഭാവ സവിശേഷതകളും ചുറ്റുപാടും ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. ചില കുട്ടികൾ ജന്മനാ ധൈര്യശാലികളും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നവരുമാകാം. മറ്റു ചിലർ നാണംകുണികളും ശ്രദ്ധാലുക്കളുമായിരിക്കും. എന്നാൽ ഈ സ്വഭാവ സവിശേഷതകൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ പ്രകടമാക്കണമെന്ന് പഠിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ ഇടപെടലുകളും സാമൂഹിക മാതൃകകളും വൈകാരിക പരിശീലനവും ഒക്കെയാണ്. ഒരു കുട്ടി സ്റ്റേജിൽ അമിത ആത്മവിശ്വാസം കാണിക്കുമ്പോൾ അത് മോശം വളർത്തലിന്റെ അടയാളമായി കണക്കാക്കേണ്ടതില്ല. ഒരുപക്ഷെ അത് അവരുടെ സ്വാഭാവികമായ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരിക്കാം. വ്യക്തിത്വം ഒരു അടിത്തറയിടുമ്പോൾ രക്ഷകർതൃത്വവും സാമൂഹികമായ ഇടപെടലുകളും ആ കെട്ടിടം എങ്ങനെ ഇരിക്കണമെന്ന് രൂപപ്പെടുത്തുന്നു. എന്നാൽ ഈ ഘടനയുടെ പൂർണ്ണമായ നിയന്ത്രണം മാതാപിതാക്കൾക്ക് മാത്രമാണെന്ന് കരുതുന്നത് തെറ്റാണ്. ഇത്ര വലിയ ഒരു TV ഷോയിൽ എത്തുന്നത് മുതിർന്നവരെ പോലും പരിഭ്രാന്തരാക്കും. ഒരു 10 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം അതിന് 10 മടങ്ങ് തീവ്രമായിരിക്കും. ആവേശം, ഉത്കണ്ഠ അല്ലെങ്കിൽ അമിതമായ സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു കുട്ടിക്ക് ഈ വികാരങ്ങൾ അഹങ്കാരമായോ പരുഷമായോ ഒക്കെ പ്രകടമാക്കേണ്ടി വരും. സന്തോഷമോ പരിഭ്രമമോ അമിതമാകുമ്പോൾ കുട്ടികൾ അത് മനഃപൂർവ്വമല്ലാത്ത മോശം പെരുമാറ്റത്തിലൂടെ പുറത്തുവിടാറുമുണ്ട്. ഇത് മോശം ഉദ്ദേശത്തോടെയല്ല, മറിച്ച് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കുന്ന ഘട്ടത്തിലായതുകൊണ്ടാണ് എന്ന് വിദഗ്ധർ പറയുന്നു. ഇഷിത് ഭട്ടിന്റെ കാര്യത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ അവൻ സ്വീകരിച്ച ഒരു പ്രതിരോധ സംവിധാനമായിരിക്കാം ആ അമിത ആത്മവിശ്വാസം. ആകാംക്ഷയെ മറച്ചുവെക്കാനും നിയന്ത്രണം കൈവിടാതിരിക്കാനും ഒക്കെയുള്ള ഒരു വഴിയായിരിക്കും ഇത്. വൈറൽ ക്ലിപ്പുകൾ അതിവേഗത്തിലുള്ള വിധിയെഴുത്തുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ 10 സെക്കൻഡ് മാത്രം കണ്ട ഒരു വീഡിയോയെ അടിസ്ഥാനമാക്കി എത്ര കണ്ടന്റുകളാണ് തുടർന്ന് വന്നത്. പാരന്റിങ്ങിനെ കുറിച്ച് വാതോരാതെ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. പാരന്റ് ആവുക എന്നത് പോരാട്ടങ്ങളും തിരിച്ചടികളും നിറഞ്ഞ ഒരു നീണ്ട പ്രക്രിയയാണ്. ആരും കാണാത്ത ധാരാളം നല്ല നിമിഷങ്ങളും തിരുത്തൽ ക്ലാസ്സുകളും ഒക്കെ അതിലുണ്ട്. നമ്മുടെ സമൂഹം ഇന്നും കുട്ടികളിൽ നിന്നും അനുസരണ, വിനയം, പ്രകടനപരമായ മര്യാദ എന്നിവയാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പൊതുസ്ഥലത്ത് കുട്ടി എങ്ങനെ പെരുമാറുന്നു എന്നതിനാണ് നാം പ്രാധാന്യം നൽകുന്നത്. പക്ഷേ അവൻ ആ നിമിഷത്തിൽ ആന്തരികമായി എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പുറമേ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ എല്ലാ നിമിഷങ്ങളിലെയും പെരുമാറ്റം 100% നിയന്ത്രിക്കാൻ കഴിയില്ല. മികച്ച രീതിയിൽ വളർത്തുന്ന കുട്ടികൾ പോലും ക്ഷീണമോ അധികമായ ഉത്തേജനമോ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാകുമ്പോൾ മോശമായി പെരുമാറിയേക്കാം. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല, സ്കൂളിൽ നിന്നും സമപ്രായക്കാരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ലോകത്തു നിന്നുമൊക്കെ സൂചനകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ ഒരു നിമിഷത്തെ അഹങ്കാരം രക്ഷകർതൃത്വത്തിലെ വീഴ്ചയായി മാത്രം കാണുന്നത് യാഥാർത്ഥ്യബോധമില്ലായ്മയാണ്. ഇഷിത് ഭട്ടിന്റെ പെരുമാറ്റം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കാം. എന്നാൽ ഒരു 10 വയസ്സുകാരനോടുള്ള നമ്മുടെ ക്രൂരമായ വിമർശനങ്ങളും പരിഹാസങ്ങളും നമ്മൾ ആരാണ് എന്ന് കൂടിയാണ്
വെളിപ്പെടുത്തുന്നത്. ഓൺലൈൻ ട്രോളുകളും വിമർശനങ്ങളും കുട്ടികളിൽ ദീർഘകാല വൈകാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് കുട്ടിയുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുകയും കുടുംബാംഗങ്ങൾക്ക് മുഴുവനും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇതിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നാം ഒരു തമാശയായി ചെയ്യുന്നതോ ഒരു സാമൂഹ്യ വിചാരണയായി കാണുന്നതോ ആയ ഈ പ്രവൃത്തി യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ മനോബലത്തെ തകർക്കുന്നതിന് തുല്യമാണ്. വെറും ഏതാനും സെക്കൻഡ് നേരത്തെ സ്ക്രീൻ ടൈമിനെ ഒരു ധാർമ്മിക വിധി പ്രസ്താവനയാക്കി മാറ്റുന്നത് ഒരു 10 വയസ്സുകാരനെ ട്രോളുന്നതിലൂടെ നമ്മൾ ആരായിട്ടാണ് മാറുന്നത്? നമുക്ക് വേണ്ടത് സഹാനുഭൂതിയോടെയുള്ള ഒരു വീക്ഷണമാണ്, അല്ലാതെ തിടുക്കത്തിലുള്ള വിധിയെഴുത്തുകളല്ല.